നാളെയാണ് കേസിൽ വിധി പ്രസ്താവത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കേസേ നിലനിൽക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയാനാവില്ല. കാരണം പ്രോസിക്യൂഷന്റെ കേസാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ മതപരിവർത്തനമുള്ള ശ്രമവും. അതുകൊണ്ട് കേസിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ചോദ്യം കേസ് റദ്ദാക്കണമെന്നുള്ളതല്ല, ചോദ്യം ജാമ്യം കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ പ്രോസിക്യൂഷന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം. ഇന്ന് അസന്നിഗ്ധമായി ജാമ്യം കൊടുക്കാൻ ആകില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഞാൻ പറയാൻ കാരണം കൂടി പറഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രതികളെ പുറത്തുവിടാനാവില്ല. എന്നുവെച്ചാൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് തെളിവുകൾ സമാഹരിക്കുന്ന സമയത്ത് സാക്ഷികളെയും മറ്റും സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത്. സ്ഥിരമായി കോടതികളിൽ പ്രതികൾക്ക് ജാമ്യാപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായമാണിത്. അത് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇന്ന് കോടതിയിൽ ഉപയോഗിച്ചത്. പ്രോസിക്യൂഷൻ നിലപാടെടുത്തത് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ്. അതേസമയം ബജ്രംഗ് ദളിന്റെയോ മറ്റോ ഒരു അഭിഭാഷകൻ കൂടി സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് ജാമ്യം നൽകാനാവില്ല എന്ന് ഞങ്ങളും എതിർത്തു എന്ന് തന്നെയാണ്. പക്ഷേ